ഇനി നമ്മളൊന്ന് കൊച്ചിയിലേക്ക് പോവുകയാണ്. അവിടെ കൊച്ചി മേയറായി വി കെ മിനിമോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഔദ്യോഗികമായി വി കെ മിനിമോൾ സത്യപ്രതിജ്ഞ ചെയ്താൽ മതി. ബിപിൻ സി വിജയൻ നമുക്കൊപ്പം ചേരുകയാണ്. ബിപിൻ, ഒരു അഭിനന്ദനം വി കെ മിനിമോൾക്ക് പറയുക. എന്തായാലും കൊച്ചി എന്ന് പറയുന്ന മഹാനഗരം ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണ്. ഇതൊക്കെ പരിഹരിക്കാനും കൂടി അവർ കഴിയട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ഓവർ ടു യു. ഗുഡ് മോർണിംഗ്. മെറി ക്രിസ്മസും പറഞ്ഞേക്കാം മേയർക്ക്. നിയുക്ത മേയർ കേട്ടോ. ശരി. യെസ്, ഷുവർ. യെസ്, ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇപ്പോൾ നിയുക്ത മേയർ വി കെ മിനിമോൾ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. അവരുടെ വട്ടത്തിപ്പാടം ഒരു വീട്ടിലാണ് നമ്മൾ ഉള്ളത്. ഇത് ഇന്നത്തെ രാവിലെ തന്നെ മറ്റേ നേതാക്കളെയൊക്കെ കാണുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് മേയർ ഇപ്പം രാവിലെ തന്നെ ഒരുങ്ങുകയാണ്. അപ്പോൾ ആദ്യമേ അഭിനന്ദനങ്ങൾ, മേരി ക്രിസ്മസ്. ഈ ഒരു മേയർ ആവുന്നു. അപ്പോൾ മേയർ ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു പ്ലാൻ എന്താണ്, അല്ലെങ്കിൽ ഏത് മേഖലയെ ഒന്ന് വികസിപ്പിക്കണം എന്നുള്ളതാണ്? കൊച്ചിയുടെ അടിസ്ഥാന സൗകര്യ വികസനം തന്നെയാണ്. മെട്രോപൊളിറ്റൻ നഗരമായി വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചിക്ക് യോജിച്ച വിധത്തിലുള്ള ഒരു വികസനം കൊച്ചിയുടെ അടിസ്ഥാന സൗകര്യത്തിൽ ഉണ്ടാക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ ലീഡർഷിപ്പുമായിട്ട് ആലോചിച്ചുകൊണ്ട്, വ്യക്തമായ ഇവിടുത്തെ ജനങ്ങളുമായിട്ട് ആലോചിച്ചുകൊണ്ട്, ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും. കൊച്ചിയിലെ പൗരാവലി എന്ന് പറയുന്നത് വലിയ ഒരു പൗരാവലിയാണ്. അവരുടെയൊക്കെ അനുഭവ സമ്പത്തൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വരുംകാല കൊച്ചിക്ക് അനുയോജ്യമായ രീതിയിലൊരു വികസനം നടപ്പാക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം വലിയ പരാതികളൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ ദീപ്തി മേരി വർഗീസിനെ വിളിച്ചിരുന്നോ? ഞാൻ ഇന്നലെ അറിയാമല്ലോ, ഒരുപാട് ലേറ്റായിട്ടാണ് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. ഞങ്ങൾക്ക് തമ്മിൽ പ്രത്യേകിച്ച് ഒരു വഴക്കോ വൈരാഗ്യമോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഞാനും ദീപ്തിയും നല്ല സുഹൃത്തുക്കളാണ്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതാണ്. ഞങ്ങളുടെ ഒരു ലീഡർഷിപ്പിൽ ഉള്ള ഒരു നേതാവ് തന്നെയാണ്. കഴിഞ്ഞ 5 വർഷവും കൗൺസിലിൽ ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നതാണ്. തീർച്ചയായും ഇനിയും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പരാതികളൊക്കെ ഉയരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ ലത്തീൻ സമുദായം അതിലൊരു അഭിപ്രായം പറയുന്നു. അപ്പോൾ അതൊക്കെയാണ് ഒരു അനുകൂല ഘടകമായത് എന്ന് പറയുമ്പോൾ, സാധാരണഗതിയിൽ ഇപ്പോൾ CPM ഒക്കെ പറയാറുണ്ട് കോൺഗ്രസ്സിലെ ഇപ്പോൾ വലിയൊരു മാർജിനിൽ വിജയിച്ചിട്ട് പോലും ആ ഒരു തർക്കങ്ങൾ എപ്പോഴും തീരാറില്ല എന്ന്. എങ്ങനെ കാണുന്നു? ഇതൊക്കെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഇന്നലെ തന്നെ സൂചിപ്പിച്ചാണ്, സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമാണ് കോൺഗ്രസിൽ മേയർ ചർച്ച നടന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അതിന് വലിയ സമയമൊന്നും എടുത്തിട്ടില്ല. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 3 ദിവസമായപ്പോൾ തന്നെ മേയർ ആരാണെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിന് KPCCയുടെ മാനദണ്ഡമുണ്ടായിരുന്നു. ലീഡർഷിപ്പൊക്കെ ആലോചിച്ചിട്ടാണ് അത് തീരുമാനിച്ചിരിക്കുന്നത്. മത്സരിക്കുമ്പോൾ തന്നെ 3 പേരെയും മീഡിയ ഉയർത്തിക്കാട്ടിയിരുന്നു. ഞങ്ങൾ 3 പേരും ജയിച്ചു വന്ന ആളുകളാണ്. അപ്പോൾ അതിൽ ഒരു ലീഡർഷിപ്പിൻ്റെ തീരുമാനം അത് അന്തിമമാണ്. അതെല്ലാം ഞങ്ങളെല്ലാവരും കൂട്ടായിട്ട് അതനുസരിക്കും. കാരണം ടീം UDF ആണ് വരുന്നത്. 3 മാസങ്ങൾക്ക് ശേഷം വരുന്നത് നമ്മുടെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ UDFൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇതൊരു സെമി ഫൈനലാണ്. ഫൈനൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പുള്ള ഒരു തർക്കങ്ങളോ പിണക്കങ്ങളോ ഞങ്ങളിൽ നിന്ന് ആരിൽ നിന്നുണ്ടാവില്ല. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കോൺഗ്രസ് പ്രസ്ഥാനം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ചില അസ്വാരസ്യങ്ങളൊക്കെ പരിഹരിക്കും എന്നുള്ളതാണോ? തീർച്ചയായും അതൊക്കെ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകും. ലീഡർഷിപ്പ് അതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ എല്ലാം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഈ ചില പ്രതിസന്ധികൾ പറയുന്നത്, ഇപ്പോൾ മുസ്ലിം ലീഗിന് പറഞ്ഞൊരു സീറ്റ് ലഭിച്ചില്ല എന്ന് പറയുന്നു. അപ്പം തന്നെ ഈ എല്ലാവർക്കും ഒരുപാട് അർഹതപ്പെട്ട ആളുകളുണ്ടായി എന്നുള്ളത് കൂടിയാണോ? നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു മത്സരം എന്ന് പറയുമ്പോൾ ഒരാളെ വിജയിക്കുകയുള്ളൂ. ബാക്കി ആളുകൾ എന്ന് പറഞ്ഞാൽ അവരാരും ഒഴിവായി പോവുകയല്ല. ആ മത്സരത്തിൻ്റെ ഭാഗമായി നിന്ന ആളുകളാണ്. കൊച്ചി ഇപ്രാവശ്യത്തെ കൗൺസിലിനെ സംബന്ധിച്ച് ഒരുപാട് അനുഭവ പരിചയമുള്ള നല്ല ലീഡർഷിപ്പിലുള്ള ആളുകളൊക്കെ ജയിച്ചു വന്നിരിക്കുന്ന സമയമാണ്. എന്നെ നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അത് കഴിഞ്ഞ 3 ടേമുകളായി കൊച്ചിൻ കോർപ്പറേഷൻ്റെ കൗൺസിലിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളതായിരിക്കാം എനിക്ക് അനുകൂല ഘടകമായി വന്നതെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ 2 പ്രാവശ്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി, കൊച്ചിയുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൗൺസിലിനെ സംബന്ധിച്ച് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും വർക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും വളരെ പ്രധാനപ്പെട്ട കമ്മിറ്റികളാണ്. ആ 2 കമ്മിറ്റികൾ ഞാൻ ഉത്തരവാദിത്തപൂർവ്വം നിർവഹിച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും എനിക്കൊരു പ്രയോറിറ്റി കിട്ടിയതെന്ന് ഞാൻ കരുതുന്നു, പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ വർഷമായതുകൊണ്ട്. കൗൺസിലർമാരുടെ കൂടുതൽ സപ്പോർട്ടും മിനിമോൾക്ക് പറയുന്നു. കൗൺസിലർമാരെല്ലാവരും ഇപ്പോൾ
2 ടൈമിൽ ഞങ്ങൾ പലപ്പോഴായിട്ട് ടോണി ചമ്മയുടെ സമയത്ത് ഒപ്പമുള്ള ആൾക്കാർ വീണ്ടും ജയിച്ചു വന്നിട്ടുണ്ട്. അതിനുശേഷം സൗമിനിയുടെ സമയത്ത് ഉണ്ടായിരുന്ന ആളുകളൊപ്പം ജയിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോഴുള്ള കൗൺസിലർമാരിൽ ഒരുപാട് ഏകദേശം എല്ലാവരെയും തന്നെ എനിക്ക് നേരിട്ട് പരിചയമുള്ള എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. അവരെല്ലാവരും ഒപ്പം ഉണ്ടാവും. അവരുടെയൊക്കെ നിർദ്ദേശങ്ങളും അവരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ മേയറായിരുന്ന അനിൽകുമാറിൻ്റെ ഒരു പ്രവർത്തനത്തേക്ക് എങ്ങനെയാണ് കാണുന്നത്? ഞാൻ എപ്പോഴും വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കുകയും സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു കൗൺസിലറാണ്. അത് മുൻ മേയറോട് ചോദിച്ചാൽ തന്നെ അറിയാം. പലപ്പോഴും ചില കാര്യങ്ങളിൽ ഇപ്പോൾ ബ്രഹ്മപുരത്തെ സംബന്ധിച്ച് നമ്മൾ ഒക്കെ അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൽ ഞങ്ങൾ ബയോമൈനിങ്ങിന് ഞങ്ങൾക്ക് വളരെയധികം ശക്തമായ എതിർപ്പുണ്ടായപ്പോൾ പോലും ഞങ്ങൾ അതിനെ അനുകൂലിച്ചതിന് കാരണം പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ അനുകൂലിച്ചത്. അപ്പോൾ അത്തരം വിമർശിക്കേണ്ടപ്പോൾ വിമർശിക്കുകയും അനുകൂലിക്കേണ്ടപ്പോൾ അനുകൂലിക്കുകയും ചെയ്യുന്നൊരു നിലപാട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. UDF ഒറ്റക്കെട്ടായി തന്നെ പോകും. തീർച്ചയായും. യെസ് SKN, അപ്പോൾ പുതിയ കോർപ്പറേഷൻ മന്ദിരത്തിലെ ആദ്യത്തെ വനിതാ മേയറായി VK മിനിമോൾ വരും ദിവസം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും. അപ്പോൾ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുന്നു. ഒറ്റക്കെട്ടായി തന്നെ UDF മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം കൂടിയാണ് നിയുക്ത മേയർ പങ്കുവയ്ക്കുന്നത്. 24-മായി ബിപിൻ സി വിജയൻ, കൊച്ചിയിലെ നിയുക്ത മേയർ VK മിനിമോൾ സംസാരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.